മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ വീട് കാണാനാണ്. പാലാ കോട്ടയം റൂട്ടിൽ മുത്തോലിക്ക് സമീപം, മുത്തോലി ബ്രില്യന്റിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. 13 സെന്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ ഗംഭീരമായ വീട് 2200 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. ഈ 2200 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടും സ്ഥലവും കൂടി ചോദിക്കുന്ന വില 1,20,00,000 രൂപ മാത്രം. അത് നെഗോഷ്യബിൾ ആണ്. PWD റോഡിൽ നിന്നും ജസ്റ്റ് ആരംഭിച്ച് ഒരു വീടിന്റെ തൊട്ടിപ്പുറത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് ഇത്. നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ചെല്ലാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പഞ്ചായത്ത് റോഡിലാണ്. ഇത് പഞ്ചായത്ത് റോഡിൽ നിന്ന് ആരംഭിക്കുന്നത് വീഡിയോ. തൊട്ടപ്പുറത്ത് തന്നെ PWD റോഡ് നമുക്ക് ഇവിടെ കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള PWD റോഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാലാണ് പഞ്ചായത്ത് റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലിരിക്കുന്ന നല്ല വ്യൂ പോയിന്റ് ഇരിക്കുന്ന അടിപൊളി വീട്. അത് ആ മുറ്റമൊക്കെ കണ്ടോ, സ്റ്റോണൊക്കെ പാകി നല്ല അടിപൊളിയാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഒരു 10 വണ്ടി വന്നാലും പാർക്ക് ചെയ്യാനുള്ള മുറ്റമുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് 13 സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീടിന്റെ മൊത്തത്തിലുള്ള വ്യൂവിലേക്ക് ഒന്ന് പോകാം. മുറ്റത്തിന്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അതിമനോഹരമായ ക്രിയേറ്റിവിറ്റിയാണ് ചെയ്തിരിക്കുക. വീടിന്റെ ഫ്രണ്ട് എലവേഷൻ നമുക്ക് നോക്കിയാൽ കേരള തനിമയുള്ള, കേരള സ്റ്റൈലുള്ള നല്ലൊരു നാടൻ വീട് എന്ന് നമുക്ക് തോന്നും. പക്ഷെ നാടനും പുതുമയും എല്ലാം കൂടി ഒത്തൊരുമിച്ചിരിക്കുന്ന ഒരു വീടാണിത്. കാരണം മുറ്റത്തിട്ടിരിക്കുന്ന സ്റ്റോൺ വർക്ക് മുതൽ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ കാർപോർച്ചിന്റെ വലിപ്പം കണ്ടോ, കാർപോർച്ചിന്റെ പില്ലറിന്റെ വലിപ്പം കണ്ടോ, പില്ലറെല്ലാം ക്ലാഡിംഗ് ടൈലോട്ട് ചെയ്തിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള വീടുകളൊക്കെ കണ്ടോ, നല്ല റെസിഡൻഷ്യൽ മേഖലയാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നതുകൂടി ഇതിനൊരു ഹൈലൈറ്റ് ആണ്. മറ്റൊരു കാര്യം, കൂടുതൽ സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സ്ഥലമായിട്ട് ലഭിക്കാവുന്ന രീതിയിൽ 25 സെന്റ് സ്ഥലവും വീടും കൂടിയായിട്ട് ഈ വീട് ലഭിക്കുന്നതാണ്. നമ്മൾ നേരെ വീടിന്റെ ബാക്ക് സൈഡിന്റെ ദൃശ്യങ്ങളിലേക്കൊക്കെ ഒന്ന് വേഗം കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡിലേക്ക് പോകുന്ന, സൈഡിലൂടെ പോകുന്ന റോഡുണ്ട്. അപ്പുറത്തെ പ്ലോട്ടുകളിലേക്ക്, വീടുകളിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള ഒരു റോഡാണ് ഈ സൈഡ് വഴി കൊടുത്തിരിക്കുന്നത്. ഇതാണ് അലക്കുകല്ല് കൊടുത്തിരിക്കുന്നു. നമുക്ക് വീടിനകത്ത് ഒരു അലക്കുകല്ല്, വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിലും കൈയും കൊണ്ട് അലക്കേണ്ടതായിട്ടുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ അത് കൈയും കൊണ്ട് കല്ലിൽ അലക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുക. തൊട്ടപ്പുറത്ത് നമ്മൾ കൂടുതൽ സ്ഥലമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത് ഈ കാണുന്ന സ്ഥലമാണ്. 12 സെന്റോളം വരുന്ന സ്ഥലം. ഈ വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി 2 കിണറോട് കൂടി അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ചുറ്റോടി ചുറ്റും നോക്കിക്കേ, തേക്കൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികളാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് സൈഡിലേക്ക് അവിടെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ജനൽപ്പാളികൾ എല്ലാം നല്ല തേക്കൻ തടി കൊണ്ടുള്ള, ബാക്കിലും ഇഷ്ടം പോലെ മുറ്റവും സൗകര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇത്. വീണ്ടും നമ്മൾ ഫ്രണ്ട് മുറ്റത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് മുറ്റം കണ്ടാലും കൊതി തീരില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നല്ല ഒരു ഫ്രണ്ട് മുറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിന്റെ വലിപ്പം, വലിയ ആകർഷണീയതയുള്ള നല്ല വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാർ പോർച്ച്, ഒരു നല്ല വലിപ്പമുള്ള കാർ പോർച്ച്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, എൽ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ട് ആണ്. വേണമെങ്കിൽ ഒരു ഊഞ്ഞാലൊക്കെ കയറ്റി സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല എൽ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് ഡോറ്, ഇതാണ് നമ്മുടെ തേക്കിൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ്. അതുപോലെ തന്നെ ജനൽപ്പാളികളെല്ലാം തേക്കാണ്. നമ്മൾ ബാക്ക് സൈഡിലെല്ലാം കണ്ടു. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറിന്റെ ഒരു എലവേഷൻ വളരെ സിമ്പിൾ ആണ്, പക്ഷെ വളരെ റോയൽ ലുക്കാണ്. ഇതുകൊണ്ട് ഗ്ലാസ് ഒക്കെ വെവൽ ചെയ്തെടുത്തിരിക്കുന്ന ഗ്ലാസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വെവലിംഗ് ഗ്ലാസ് ആണ്. അതായത് 8 mm ഗ്ലാസ് എടുത്ത് വെവൽ ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ ഷോ കാണുള്ളൂ. അതുകൊണ്ട് ചെറിയ മണിക്കല്ലുകളൊക്കെ ഇട്ട് എറിഞ്ഞാൽ പോലും ഗ്ലാസ് ഒന്നും പൊട്ടില്ല. ഇതാ നമ്മള് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി തേക്കിൻ തടി കൊണ്ടുള്ളൊരു പാനലിങ് ഈ ഫ്രണ്ട് ഡോറിന്റെ ആകർഷണീയത ഒന്നുകൂടി, കട്ടളയുടെ ആകർഷണീയത ഒന്നുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ നല്ലൊരു പാർട്ടീഷൻ വർക്കൊക്കെ ഉള്ള നല്ലൊരു സ്വീകരണ മുറി. ഇതാണ് നമ്മുടെ പാർട്ടീഷൻ വർക്ക്. TV യൂണിറ്റ് ഇവിടെ തന്നെയുണ്ട്. റൊട്ടേറ്റ് ചെയ്യാവുന്ന TV യൂണിറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നമുക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ എവിടെ ഇരുന്ന് വേണേലും TV കാണാവുന്ന രീതിയിലാണ്. ജിപ്സം സീലിംഗ്, നല്ല ക്യൂട്ടായിട്ടുള്ള ജിപ്സം സീലിംഗ് ആണ്. പ്രൊഫൈൽ ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ കൊടുത്തുകൊണ്ട്, സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി എടുത്തിരിക്കുന്ന ജിപ്സം സീലിംഗ്.
അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ സ്വീകരണ മുറി. സ്വീകരണ മുറിയിൽ നിന്ന് നോക്കിയാൽ എത്ര വലിപ്പമുള്ള സ്വീകരണ മുറിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഇത് മൾട്ടിവുഡ് ഒക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല പാർട്ടീഷൻ വർക്കാണ് ഈ കാണുന്നത്. ആ പാർട്ടീഷൻ വർക്കുകളുടെ സമീപത്ത് കൂടി നമ്മൾ നമ്മുടെ ഈ വീടിന്റെ അടുത്ത ഭാഗങ്ങൾ കാണുവാനായിട്ട് പോവുക. ഇതാണ് നമ്മുടെ റൊട്ടേറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞ TV യൂണിറ്റ്. ഇതാണ് എത്രയും മനോഹരമായിട്ടാണ് ഇതിന്റെ നിർമ്മിതി എന്ന് നോക്കിക്കേ. നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു വർക്കുകളാണ്. എല്ലാം വളരെ ക്ലിയർ ആയിട്ട്, ചെറിയ ന്യൂനതകൾ പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല ഒരു വർക്കുകളാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു പവർ പോയിന്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെയാണ് രൂപക്കോഡ് സെറ്റ് ചെയ്യേണ്ടത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണെങ്കിലും ആ ദൈവത്തിന്റെ ഒരു രൂപം വെക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഡോർ തുറന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ ഒരു രൂപക്കോട് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. എത്ര വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതാ നല്ല ഒരു 6 മണി സമയമാണ്. ഇപ്പോൾ 5:45 6 മണി സമയമാണ്. നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് ഈ സൈഡിൽ 2 ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഒരു പാസേജ് ആണ്. ഈ പാസേജ് കിടന്ന് നമ്മൾ പാസേജിന്റെ അവിടെയും നല്ല പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുന്നതാ. എന്ത് ഭംഗിയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വാൾപേപ്പർ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുന്ന് നമ്മുടെ 2 ബെഡ്റൂമാണ്. ഇവിടെ 2 ബെഡ്റൂമിന്റെ ഡോറുകൾ തേക്കിൻ തടി കൊണ്ട് തന്നെയുള്ള ഡോറുകൾ തന്നെ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുക. അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. വലിപ്പമുള്ള ബെഡ്റൂം. 3, 4, 5 ജനൽപ്പാളികൾ. 5 പാളി ജനലാണ് കൊടുത്തിരിക്കുക. എത്ര വലിപ്പമുള്ളതാണ് നോക്കിക്കേ. 6x3 ടൈലാണ് കൊടുത്തിരിക്കുക. അത് 6x3 എന്ന് പറയുന്ന ഒരു മോഡലുകളുണ്ട് ടൈലുകൾക്ക്. ഇവിടെ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ ഇവിടെയാണ്. ഡ്രസ്സിംഗ് ഏരിയയിലൂടെ ഇവിടെ ഒരു കബോർഡ് വർക്കുകൾ, അതും തേക്കൻ തടി കൊണ്ട് തന്നെയുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. അവിടുന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. അവിടെ നല്ല എക്സോസ് ഫാന്, ഷവർ, അതുപോലെ തന്നെ ഡൈവേർട്ടർ ആയിട്ടുള്ള, അതായത് ചൂടുവെള്ളവും സാധാ വെള്ളവും തമ്മിൽ മിക്സ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ മിക്സ് സെറ്റപ്പ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ജാഗ്വാറിന്റെ ആണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുക. ജോൺസന്റെ ആണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ ജോൺസന്റെ തന്നെയാണ് മിക്സ് സെറ്റപ്പ് കൊടുത്തിരിക്കുക. എല്ലാം കമ്പനി സാധനം ഒഴിച്ച് മറ്റൊരു സാധനവും ഇവിടെ കൊടുത്തിട്ടില്ല. അത്രയ്ക്ക് ബ്രാൻഡഡ് ആയിട്ട്, അത്രയ്ക്ക് കിടുക്കനായിട്ടാണ് ഇവിടെ ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൽ നിന്ന് ഡ്രസ്സിംഗ് ഏരിയ വഴി ഈ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ബെഡ്റൂമുകള് 4 ബെഡ്റൂമാണ്. 4 അറ്റാച്ച്ഡ് ആണ്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടാലോ. എല്ലാ ബെഡ്റൂമിലും AC പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമാണ്. അവിടെയും ഇന്റീരിയർ ജിപ്സം വർക്കുകൾ നമ്മുടെ ബെഡ് ഇടാവുന്ന രീതിയിലാണ് ഇവിടം വന്നിരിക്കുന്നത്. അവിടെയാണ് ബെഡ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ബെഡിന്റെ ഇപ്പുറത്തുമായിട്ട് ഓരോ പാളി ജനലുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു കബോർഡ് ചെയ്തിരിക്കുന്നു. തേക്കൻ തടി കൊണ്ട് തന്നെയുള്ള ഒരു കബോർഡ്. അവിടെ ടേബിൾ ആയിട്ടും അലമാരി ആയിട്ടും അവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഫുള്ളായിട്ട് കാണാവുന്ന രീതിയിലാണ് മിറർ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരാളെ ഫുള്ളായിട്ട് കാണാവുന്ന രീതിയിൽ മിറർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. അപ്പുറത്തെ ടോയ്ലറ്റ് കണ്ടതുപോലെ തന്നെ വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള ടോയ്ലറ്റ് വർക്കുകളാണ് ചെയ്തിരിക്കുക. വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഈ പാസേജ് വഴി നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറുക. ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത് ഒരു അമാസിംഗ് ആണ്. കാരണം അത്ര വലിപ്പമുള്ള ഡൈനിങ് ഹാൾ ആണ്. നമുക്കൊരു ഫാമിലി ലിവിങ്ങും ഡൈനിങ് സ്പേസും എല്ലാം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം. ഓപ്പൺ കിച്ചൺ ആണ് വന്നിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ വ്യൂ എന്ന് പറയുന്ന ഇതാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറാം. നമ്മൾ പറഞ്ഞു ഇത് പഞ്ചായത്ത് റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പഞ്ചായത്ത് റോഡിൽ നിന്നും ആരംഭിക്കുന്ന, പഞ്ചായത്ത് റോഡ് സൈഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വീട്. അതുപോലെ തന്നെ നമുക്ക് PWD റോഡിൽ നിന്നും ഒറ്റ വീടിന്റെ ഗ്യാപ്പ്, അതായത് PWD റോഡിൽ നിന്നും ഒരു 10 സെന്റ് സ്ഥലത്തിന്റെ ഗ്യാപ്പ് പ്രതീക്ഷിച്ചു.
10 സെന്റ് സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ വീടാണ്. PWD റോഡിൽ നിന്നും പഞ്ചായത്ത് റോഡിലൂടെ നമ്മുടെ ഈ വീട്ടിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പഞ്ചായത്ത് റോഡില് വരാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 50 മീറ്റർ ഇല്ല, ഒരു 10-20 മീറ്റർ ദൂരം മാത്രം. പഞ്ചായത്ത് റോഡ് വരിക, പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡ് തന്നെ നമ്മൾ ഈ 10-20 മീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ ഈ വീടായി. അതുപോലെ തന്നെ നമുക്ക് കടകൾ ഈ PWD റോഡിൽ തന്നെ നമുക്ക് പലചരക്ക്, പച്ചക്കറി, അതുപോലെ തന്നെ ഹോട്ടല് എല്ലാം നമുക്ക് അത്യാവശ്യം നാടൻ ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം വീട്ടിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ മാവ് കുഴച്ചു വെച്ചത് പുളിച്ചു പൊങ്ങിയില്ല എന്ന് വിചാരിക്കുക, നേരെ പോയി അടുത്ത കടയിൽ, ഒത്തിരി ദൂരമൊന്നും പോകണ്ട, തൊട്ട് ചേർന്ന് തന്നെയുണ്ട് കട, അവിടെ കയറി നമുക്കൊരു ഫുഡ് രാവിലെ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാം, അത്രയ്ക്ക് തൊട്ടടുത്താണ്. അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറികൾ എല്ലാം ഈ വീടിനോട് തൊട്ടടുത്ത് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് ഒരു ഫിസിയോതെറാപ്പി സെന്റർ ഉണ്ട്. അപ്പൊ നമ്മൾ ആ വീഡിയോ, പുറത്തെ വീഡിയോകൾ എടുത്തു കഴിഞ്ഞ കൂട്ടത്തിൽ നമ്മൾ കണ്ടിരിക്കും ഒരു വലിയൊരു കെട്ടിടം ഇരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതാണ് ഫിസിയോതെറാപ്പി സെന്റർ. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള നല്ല ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ബാങ്ക് ഉണ്ട്, കടകൾ, ഹോട്ടലുകൾ, അങ്ങനെയൊക്കെ ഉള്ള പല പല കടകളൊക്കെ ഉള്ള ഒരു ജംഗ്ഷനാണ്. ജംഗ്ഷന് സമീപത്താണ്. ഇവിടെയാണ് നമ്മുടെ വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. തടി കൊണ്ടുള്ള ഒരു ആർച്ച് പോലെയൊക്കെ ചെയ്ത് മൊത്തം ഒരു തടിയുടെ മയമുണ്ട് ഈ വാഷ് ഏരിയയ്ക്ക്. ജാഗ്വാറിന്റെ ആണ് കൊടുത്തിരിക്കുന്നത് വാഷ് ബേസൺ. അതുപോലെ ടാപ്പ് ആണെങ്കിലും ജാഗ്വാർ തന്നെ, അതുപോലെയുള്ള സംഭവങ്ങളാണ് എല്ലാം ചെയ്തിരിക്കുക. ഇതോടെ ഒരു മിറർ, റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിറർ വന്നിരിക്കുന്നത്. അതിമനോഹരം, അതിഗംഭീരം ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ. ഓപ്പൺ കിച്ചണിലേക്ക് കയറുന്നതിന് മുൻപ് നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറാം. 4ാമത്തെ ബെഡ്റൂമാണിത്. ഇനി നമുക്ക് ഇവിടുന്ന് പാലാ ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഉദ്ദേശം ഒരു 4 കിലോമീറ്റർ ദൂരമാണ്. മുത്തോലി ബ്രില്യന്റ് കോളേജിലേക്ക് സ്റ്റഡി സെന്ററിനെ പറ്റി അറിയാത്തവർ കേരളത്തിൽ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു 50 വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ ഒരു 60 വയസ്സിൽ താഴെയുള്ള ബ്രില്യന്റ് സ്റ്റഡി സെന്റർ മുത്തോലി എന്ന് കേട്ടിട്ടില്ലാത്തവർ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആ ബ്രില്യന്റ് സ്റ്റഡി സെന്ററുമായിട്ട് 1 കിലോമീറ്റർ ദൂരമാണുള്ളത്. അതും PWD റോഡ് തന്നെ വന്നാൽ മതി. ബസ് റോഡുമായിട്ട് ഒരു 400 മീറ്റർ ദൂരമാണ് ഈ വീടിനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പള്ളി പോകണമെങ്കിൽ RC പള്ളി എന്ന് പറയുന്നത് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണുള്ളത്. അമ്പലത്തിൽ പോകേണ്ടവർക്ക് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണുള്ളത്. ചേർപ്പങ്കൽ മെഡിസിറ്റി ഇനി മെഡിക്കൽ കോളേജ് ആയി മാറും എന്നാണ് പറയപ്പെടുന്നത്. ചേർപ്പങ്കൽ മെഡിസിറ്റിയുമായിട്ട് ഈ പ്രോപ്പർട്ടിക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 4 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ 4 കിലോമീറ്റർ ദൂരമാണ് ചേർപ്പങ്കൽ മെഡിസിറ്റി ആയിട്ടുള്ളത്. നമുക്ക് എന്ത് അസുഖങ്ങൾ, എന്ത് രോഗങ്ങൾ, അത് വലുതോ ചെറുതോ ആയിക്കോട്ടെ, വന്നാലും 2-3 മിനിറ്റും കൊണ്ട് സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിക്ക് പോയി ആശുപത്രിയിൽ പോയിട്ട് വരാവുന്ന രീതിയിലാണ് മെഡിസിറ്റി ഹോസ്പിറ്റല്. എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിന്റെ, നമ്മൾ പറഞ്ഞു PWD റോഡിൽ നിന്ന് ഒരു 10 സെന്റിന്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഈ 10 സെന്റിന്റെ ഗ്യാപ്പുള്ള PWD റോഡ് വഴി പാലായുടെയും ഏറ്റുമാനൂര്, പള്ളിക്കത്തോട്, കോട്ടയത്ത് നിന്നുള്ള സ്കൂൾ ബസ്സുകൾ വരെ ഇതുവഴി വരുന്നതാണ്. പിന്നീട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമുക്ക് ഇവിടുന്ന് കോട്ടയത്തേക്ക് ഏറ്റുമാനൂര്, കോട്ടയം അങ്ങനെയൊക്കെയുള്ള പോകാൻ റെയിൽവേ സ്റ്റേഷൻ, ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ, കോട്ടയം റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ എയർപോർട്ടിലേക്ക് പോകുവാനായിട്ട് ഇപ്പൊ 2 എയർപോർട്ടിലേക്ക് പോകാൻ എളുപ്പമെന്ന് പറയേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, എരുമേലി നിർദ്ദിഷ്ട എയർപോർട്ടിലേക്ക് പോകുവാനും ഇവിടുന്ന് ഈസിയാണ്. അതുപോലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകാനും എളുപ്പമാണ്. അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നല്ല ഒരു അടിപൊളി കിച്ചണിലേക്കാണ് ഇപ്പോൾ കയറാൻ പോകുന്നത്. ഇനി ഒന്നും പറയാനില്ല, ഞാൻ ഒന്നും മിണ്ടാതിരുന്നാൽ മതി. അത്രയ്ക്ക് നല്ലൊരു കിച്ചണാണ്. കാരണം ഇത് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് പാലായിലെ വീടുകൾ എന്ന് പറഞ്ഞാൽ തേക്കിൻ തടി കൊണ്ടുള്ള വീടുകൾ എന്നാണ് പൊതുവെ എല്ലാവരും പറയുക. കേരള തനിമയുള്ള വീട് എന്നാണ് പറയുക. അങ്ങനെ പാലായിൽ നല്ലൊരു വീട്. ഇതൊരു കബോർഡ് വർക്കുകൾ, ഇവിടെ ഡബിൾ ഡോർ ഉള്ള ഫ്രിഡ്ജ് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള, ഫ്രിഡ്ജിന് വേണ്ടി മാത്രമുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബീമൊക്കെ പാനൽ ചെയ്തിട്ട്, തേക്കൻ തടി കൊണ്ട് തന്നെ പാനൽ ചെയ്ത് പാനലിങ്ങിന്റെ ഒരു കണ്ടിന്യൂവേഷൻ വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാണ് നമ്മുടെ കബോർഡ് വർക്കുകൾ വന്നിരിക്കുന്നത്. അമാസിംഗ് ആയിട്ടുള്ള കബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇലക്ട്രിക് ചിമ്മിനിയും സ്റ്റൗവും കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ
കബോർഡ് വർക്കുകൾ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകൾ. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും സൂപ്പർ ആയിട്ടുള്ള കിച്ചൺ, നല്ല സ്പേഷ്യസ് ആണ്, അല്ലെ? ഇടയൊക്കെ ഉള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ. ഇത് വർക്ക് ഏരിയ അതിലും അമേസിംഗ് ആയിട്ടുള്ള വർക്ക് ഏരിയ. എന്താ പറയാ, അതുപോലെ സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്ന കിച്ചണും വർക്ക് ഏരിയയുമാണ് ഇവിടെ കാണുന്നത്. നോക്കിക്കോളൂ, കൺകുളിർക്കെ കണ്ടോളൂ, നേരിട്ട് വാ, ഈ വീടൊക്കെ നേരിട്ട് കാണാം. ഇതേപോലെയുള്ള വീടുകളൊക്കെ ഒന്ന് കാണുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്, ഇവിടെ സിങ്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പ്രധാന കാര്യമാണ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള സ്പേസ് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ അകത്തോട്ട് വെക്കാവുന്ന രീതിയിൽ ഇവിടെ സ്പേസ് കൊടുത്തുകൊണ്ട്, മുകളിൽ സോപ്പ് പൊടിയൊക്കെ വെക്കുവാനായിട്ടുള്ള ചെറിയ ഒരു സ്പേസ് കൊടുത്തുകൊണ്ട്, ഇതാണ് വാഷിംഗ് മെഷീൻ. നമുക്ക് ഒതുങ്ങി അവിടെ ഇരുന്നോളും, തുണി അലക്കി ഉണങ്ങാൻ എടുത്തുകൊണ്ട് പോയാൽ മതി. നല്ല കിച്ചണിനായിട്ടൊരു ശല്യം ഇല്ലാതെ, നടക്കാനൊന്നും ഒരു ശല്യം ഇല്ലാതെ ഇരുന്നോളും. ഇത് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത് കാണാം. വലിപ്പമുള്ള നല്ലൊരു സ്റ്റോറേജ് സ്പേസാണ്. നമുക്ക് വീട്ടില് വലിപ്പമുള്ള ചെരുവം പോലെയുള്ള പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കി വെക്കാന്, പിന്നെ മാത്രമല്ല സൂട്ട് കേസ് ഒക്കെ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ വിദേശത്തു നിന്നൊക്കെ വരുവോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബാംഗ്ലൂർ പഠനമൊക്കെ കഴിഞ്ഞ് വരുന്ന പിള്ളേർക്കൊക്കെ സൂട്ട് കേസ് കട്ടിക്കീഴെ കയറ്റി വെക്കേണ്ടി വരും. അങ്ങനെയൊന്നും വെക്കാത്ത രീതിയിൽ എല്ലാം എടുത്ത് അടുക്കി പെറുക്കി വൃത്തിയായിട്ട് സൂക്ഷിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു സ്പേസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. വീണ്ടും കിച്ചന്റെ മനോഹാരിതയോടുകൂടി, ഡൈനിങ് ഹാളിന്റെ മനോഹാരിതയോടുകൂടി, ലിവിംഗ് ഹാളിന്റെ മനോഹാരിതയോടുകൂടി ഇതാ ഇവിടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാത്തവർ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ എന്നും പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഫുൾ ലോൺ വേണ്ടവർക്ക് അങ്ങനെ, സിവിൽ സ്കോർ കുറവുള്ളവർക്ക് അങ്ങനെ, ഏത് രീതിയിലും വേണമെങ്കിൽ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പുതിയ വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.